രാമായണത്തെ മോശമായി ചിത്രീകരിച്ച മാധ്യമം ദിനപത്രം മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് ഹിന്ദു ഐക്യവേദി രംഗത്ത്. കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ പ്രവർത്തകർ കാഞ്ഞങ്ങാട്ടെ മാധ്യമം ഓഫീസിലേക്ക് പന്തംകൊളുത്തി പ്രകടനം നടത്തി. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. ഹൈന്ദവർ ക്ഷേത്രങ്ങളിലും മഠങ്ങളിലും ഭവനങ്ങളിലുമെല്ലാം വളരെ ആദരവോടെ കാണുകയും കാത്തുനിർത്തുകയും ചെയ്യുന്ന ആധ്യാത്മിക ഗ്രന്ഥമാണ് രാമായണമെന്നും, കർക്കിടക മാസത്തിൽ രാമായണ പാരായണം നടക്കുന്ന ഈ സമയത്ത് രാമായണത്തെക്കുറിച്ച് മോശമായി ചിത്രീകരിച്ച് ലേഖനം തയ്യാറാക്കിയ മാധ്യമ ദിനപത്രം ഹിന്ദു സമൂഹത്തോട് മാപ്പ് പറയണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഹിന്ദു ഐക്യവേദി കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ടെ മാധ്യമം ഓഫീസിലേക്ക് പന്തംകൊളുത്തി പ്രകടനം നടത്തിയത്. ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് പ്രചരിപ്പിച്ച ജമായത്തെ ഇസ്ലാം നടത്തുന്ന പത്രം ഇവിടെ നിലനിൽക്കുന്ന മതപരവും സാംസ്കാരികപരവുമായ സൗഹൃദ അന്തരീക്ഷത്തെ തകർക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്നും പ്രവർത്തകർ കുറ്റപ്പെടുത്തി. പുതിയ കോട്ടയിൽ നിന്നും ആരംഭിച്ച പന്തംകൊളുത്തി പ്രകടനം കോട്ടച്ചേരിയിലെ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. തുടർന്ന് നടത്തിയ പ്രതിഷേധ യോഗം ഹിന്ദു ഐക്യവേദി കാസർഗോഡ് ജില്ലാ ജനറൽ സെക്രട്ടറി രാജൻ മുളിയാർ ഉദ്ഘാടനം ചെയ്തു. രാമായണത്തെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രസ്താവനകളും അതേപോലെ രാമായണത്തെ മോശമായി ചിത്രീകരിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകളും മാധ്യമം പത്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഹിന്ദു ഐക്യവേദി സംസ്ഥാനത്തുടനീളം പ്രതിഷേധ പരിപാടികൾ നടത്തുകയാണ്. കാഞ്ഞങ്ങാട്, നമ്മുടെ കാസർഗോഡ് ജില്ലയുടെ ആഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാടും ഈ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇതിൽ ആവശ്യപ്പെടുന്നത് മാധ്യമം പോലുള്ളൊരു മാധ്യമ രംഗത്ത് ശ്രദ്ധ പിടിച്ചു പറ്റിയ പത്രം ഇതുപോലുള്ള രാമായണത്തെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള എഴുത്തുകൾ എഴുതിക്കൊണ്ട് ഹിന്ദുക്കളെ മുഴുവൻ അപമാനിക്കുന്ന രീതിയിലാണ് മാധ്യമം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്നും പിന്മാറിക്കൊണ്ട് മാപ്പ് പറഞ്ഞുകൊണ്ട് മാധ്യമം പ്രസ്താവന ഇറക്കണമെന്നാണ് ഹിന്ദു ഐക്യവേദി ആവശ്യപ്പെടുന്നത്. ചടങ്ങിൽ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് തച്ചങ്ങാട് ഗോപാലകൃഷ്ണൻ അധ്യക്ഷനായി. മോഹനൻ വാഴക്കോട്, സുധാകരൻ കൊള്ളിക്കാട്, പ്രകാശൻ പറശ്ശിനി, ബി വിജയകുമാർ, അജയകുമാർ നെല്ലിക്കാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.